ആർജി തേരാ അവർ ട്രാവൽ പാട്ടൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നലെ ഞായറാഴ്ച മങ്കട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. രോഹു വാങ്ങിച്ച് കുറച്ച് വറുത്തായിരുന്നു. ഇനി നമുക്ക് ഈ മങ്കടയെ നമുക്ക് കറി വെക്കാമെന്ന് വിചാരിച്ചതാ. പിന്നെ വിചാരിച്ചെന്നാൽ കുറച്ച് അച്ചാറിടാം. ഇതിൽ നിന്ന് മാംസം മാത്രം നമുക്ക് എടുത്തിട്ട് അച്ചാറിടാം. ബാക്കി തലയും മുള്ളും എല്ലാം കൂടെ കറി വെക്കാം. ഇത് മാത്രമേ ഉള്ളൂ. ബാക്കി നമുക്ക് കറി വെക്കാം. താഴത്തെ നിൽക്കുന്നത്. അപ്പം നമുക്ക് ഇത്ര 1 കിലോ മീനായത്. അപ്പം ഇതിൻ്റെ തലയും മുള്ളും എല്ലാം കൂടെ നമുക്ക് കറി വെക്കാനും എടുക്കാം. തലയുടെ ഭാഗമൊക്കെ കൂടെ ഇത്രയും ഇത് എടുത്തിട്ടുണ്ട്, പീസസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്കിനി മുളക് പൊടി, ഉപ്പും മഞ്ഞൾപ്പൊടി ഒക്കെ കൂടെ പുരട്ടി വെക്കാം. അച്ചാറിടാൻ വറുത്തെടുക്കാം. അപ്പം നമ്മൾ മീൻ വറക്കാൻ വേണ്ടിയിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്ന് ഇളക്കി വെച്ചിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചേക്കാം. എന്നിട്ട് നമുക്ക് വറുത്തെടുക്കാം. ഇപ്പം നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ കുറച്ച് നേരം നമുക്ക് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഫ്രൈ ചെയ്ത് അച്ചാറിടാം. ഇതിന് നമുക്ക് കറിയും വെക്കാം. മങ്കട കറി, മങ്കട അച്ചാറും. അങ്ങനെ നമ്മൾ മീൻ അച്ചാറാക്കാൻ മസാലയൊക്കെ പുരട്ടി ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഉച്ചയ്ക്ക് കൂട്ടാനും കറിയൊക്കെ വെക്കുന്നതോടൊപ്പം നമുക്ക് മീൻ അച്ചാറും കൂടെ റെഡിയാക്കി എടുക്കണം. അതിന് ആദ്യം കുറച്ച് എണ്ണയ്ക്കകത്ത് മീൻ നല്ലോണം ഫ്രൈ ചെയ്തെടുക്കണം. ഒത്തിരി കരിഞ്ഞു പോകാതെ വെന്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ എല്ലാ മീനും ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് കടുവും വെളുത്തുള്ളി, ഇഞ്ചിയും കറിവേപ്പില എല്ലാം കൂടെ ഒന്നിട്ട് വഴറ്റിയിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ചൂടാക്കി, പിന്നെ ഇത് കേടാകാതിരിക്കണമെങ്കിൽ കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ച് വിനാഗിരിക്കകത്ത് കുറച്ച് വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ആ മസാലയ്ക്കകത്തോട്ട് ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഇളക്കിയെടുക്കാവുന്നതാണ്. അപ്പം ഞാനിങ്ങനെ സിമ്പിളായിട്ട് തയ്യാറാക്കിയ അച്ചാറാണ്. അപ്പം നമുക്ക് ആവശ്യത്തിന് വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും മാത്രമേ എടുത്തിട്ടുള്ളൂ. കറിവേപ്പിലയും കുറച്ചുണ്ടായിരുന്നു. പിന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രം. അപ്പോൾ ഇത്രയാണ് ഈ മീനിൻ്റെ അച്ചാറിന് വേണ്ടിയിട്ടുള്ള മസാലയായിട്ട് എടുത്തിട്ടുള്ളത്. ഇനി അതിനെ കടുക് വറുത്തങ്ങിട്ട് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ നമ്മൾ പുറത്ത് വെച്ച് യൂസ് ചെയ്യേണ്ടതാണ് കുറച്ച് വിനാഗിരിയും കൂടെ ആഡ് ചെയ്യുന്നത്. വിനാഗിരി ഡയറക്റ്റ് അതുപോലെ എടുക്കുകയല്ല, കുറച്ച് വെള്ളം കൂടെ മിക്സ് ചെയ്താണ് എടുത്തത്. അപ്പം ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പ്രോസസ്സ്, ഉണ്ടാക്കുന്ന രീതി. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളായിരുന്നു. ചെറിയൊരു വീഡിയോ ആയിരുന്നു. മീൻ അച്ചാർ മാത്രം ഇടുന്നൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. ഉപ്പ് വേണമെങ്കിൽ മസാലയ്ക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. മീനിന് ആവശ്യത്തിന് ഉപ്പുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളവും വിനാഗിരിയും കൂടെ ഉള്ളത് ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ച് കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. മീൻ പകുതി അങ്ങോട്ട് തിന്ന് തീർക്കാം. വറുത്ത് വെച്ചത് മീൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്ത് ചൂടാറട്ടെ.